എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇനി അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ, അതായത് ലെവൽ 1 നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതോ ITI വേണോ? അതോ NAC സർട്ടിഫിക്കറ്റ് വേണോ? BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇക്വാലൻസി എന്താണ്? അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് നോർമലി വരാം. മാത്രമല്ല, ഇപ്പോൾ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടാകുമോ? അങ്ങനെയൊക്കെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് പറ്റുന്ന പോലെ ഈ ഒരു സെഷനിൽ നമുക്ക് വളരെ വിശദമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ്, നിങ്ങൾ ഈ കാണുന്നത് 2024 റെയിൽവേ പുറത്തിറക്കിയ ആനുവൽ കലണ്ടറാണ്. ഈ വർഷം ആദ്യം വന്ന ആനുവൽ കലണ്ടർ. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ വർഷം വരാൻ പോകുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും റെയിൽവേ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഏത് നോട്ടിഫിക്കേഷൻ വരുന്നത്? ലെവൽ 1 നോട്ടിഫിക്കേഷൻ വരുന്നത്, അതായത് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ. ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞു, നവംബർ പകുതിയായി, ഇനി അങ്ങോട്ട് ഡിസംബർ മാസം. അതായത് ഈ മാസം അവസാനം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം നമുക്ക് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ ഒരു ഡൗട്ടിലേക്ക് പോവാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? സോ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കി, ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം വന്ന നോട്ടിഫിക്കേഷൻ 2019 നോട്ടിഫിക്കേഷൻ ഞാനൊന്ന് എടുക്കുകയാണ്. സോ 2019 നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 17 പോസ്റ്റുകൾക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് തുടങ്ങി ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 വരെയുള്ള 17 നോട്ടിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? 10th പാസ് ഓർ ITI. ഒന്നുകിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITI ആയിരിക്കണം ക്വാളിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. പക്ഷേ ഇപ്പോൾ ഉറപ്പായിട്ടും ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. കാര്യം, റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലിയർ ആണ്. അതായത് UR ആണെങ്കിൽ, അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് അതേപോലെ ഒരു ഇളവ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 3 വർഷം ഏജ് റിലാക്സേഷൻ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉറപ്പിക്കാം. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 10th മാത്രം മതിയോ? ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 2013 പോവാം. സോ 2013 ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നത്. 2013 വന്ന ഓർഡർ ഇങ്ങനെയായിരുന്നു, കണ്ടായിരുന്നു? 2013 ഓർഡർ RBE നമ്പർ 129/2013. ഇതാ ഇവിടെ കിടപ്പുണ്ട്, 129/2013. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതാ ഇവിടെ താഴെ നോക്കി, താഴെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ എന്താണ്. ഒന്നെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ല എങ്കിൽ ITI അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് വേണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITI വേണം. ഇങ്ങനെയാണ് 2013 വന്ന മാറ്റം. അതായത് മുമ്പ് ക്വാളിഫിക്കേഷൻ കുറവായിരുന്നു. 2013 എന്ത് ചെയ്തത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ട് 10ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ ITIയിലേക്ക് മാറിയത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ 2017 നമ്മൾ പോവുകയാണെങ്കിൽ 2017 ചെറിയൊരു മാറ്റം വന്നു. ആ ഒരു ഓർഡർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് 2017 വന്ന ഓർഡർ. അതിൻ്റെ RB നമ്പർ നോക്കുകയാണെങ്കിൽ എത്രയാണ്? 73/2027. സോ 73/2027 പറയുന്ന സബ്ജക്റ്റ് ഇങ്ങനെയാണ്: മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്റ്റാഫ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് ഇൻ ലെവൽ 1 ഓഫ് ദ പേ മെട്രിക്സ് ഓഫ് 7th CPC. ഇവിടെ നോക്കിയേ, ഇവിടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് 2017 ചെറിയൊരു മാറ്റം വന്നു. 10ാം ക്ലാസ് പാസ് പ്ലസ് NAC സർട്ടിഫിക്കറ്റ്, അതായത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡഡ് ബൈ NCVT. 10 പ്ലസ് NAC സർട്ടിഫിക്കറ്റ് അല്ല എങ്കിൽ 10 പ്ലസ് ITI. ഇതാണ് 2017 വന്ന മാറ്റം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അതിനനുസരിച്ച് 2018 എന്ത് ചെയ്തു, പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. സോ 2018 വന്ന പുതിയ നോട്ടിഫിക്കേഷൻ ഇതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ വന്നിട്ട് CEN 2/2018. ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു 2018. അപ്പോൾ അവിടെ ആകെ 28 പോസ്റ്റുകൾക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 28 പോസ്റ്റുകളിൽ വന്ന നോട്ടിഫിക്കേഷനിൽ 23 പോസ്റ്റുകളിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? 10th പ്ലസ് ITI അല്ലെങ്കിൽ 10th പ്ലസ് NAC സർട്ടിഫിക്കറ്റ് ആയിരുന്നു. വെറും 5 പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഏത് 10th പാസ് മാത്രമാക്കി മാറ്റിയത്. കണ്ടായിരുന്നു? 24 മുതൽ 28 വരെയുള്ള പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ 10th പാസും, ബാക്കിയുള്ള 23 പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് NAC സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഇനി 2019 എന്ത് വന്നു? നോട്ടിഫിക്കേഷൻ വന്നു. 2019 വന്ന നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2019 വന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാ ഇവിടെ കിടപ്പുണ്ട് 2019 നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് വന്ന
നോട്ടിഫിക്കേഷനിലെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സാധനം സെയിം തന്നെയാണ്. ഏതാണ്ട് 1,00,000-ലധികം വേക്കൻസിയുമായിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മളെ ഫസ്റ്റ് പേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഓർമ്മയുണ്ടോ? ദാ ഈ കാണുന്ന ഫസ്റ്റ് പേജ് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? 10th പാസ് ഓർ ITI ആയിരുന്നു. അപ്പോൾ 2019 നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊന്ന് പറ്റി 10th പാസ് പ്ലസ് ITI വന്നതെന്ന് ചോദിച്ചാൽ 10th പാസ് പ്ലസ് അല്ല ഓർ ITI. അതായത് 2019 നോട്ടിഫിക്കേഷൻ ഇങ്ങനെയായിരുന്നു. നിങ്ങൾ 10th ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് 2019 അങ്ങനെ വന്നു? വരാൻ കാരണം ഈ 2018 നോട്ടിഫിക്കേഷൻ 2019 നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അത്യാവശ്യം വലിയ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ITIക്കാർക്ക് മാത്രമേ എഴുതാൻ പറ്റുമെന്ന ഒരവസ്ഥ വന്നപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ത് ചെയ്തു, ചെറിയ ചെറിയ സ്ട്രൈക്കും ബാക്കിയെല്ലാം എന്ത് ചെയ്തു ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ റെയിൽവേ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിയായിരുന്നു. അതായത് ഓർഡർ ഇങ്ങനെയാണ്, ദർ ഈസ് എ വൺ ടൈം എക്സെപ്ഷൻ. ഒരു തവണത്തേക്ക് വേണ്ടി മാത്രം ക്വാളിഫിക്കേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരിളവ് കൊടുത്തിട്ടുണ്ട്. അതായത് 2 നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഒന്ന് 02/2018, ഞാൻ ഫസ്റ്റ് കാണിച്ച 02/2018, ദെൻ 01/2019. ഈ 2 നോട്ടിഫിക്കേഷന് മാത്രം ഒരു ക്വാളിഫിക്കേഷനിൽ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ 10th ക്ലാസ് അല്ല എങ്കിൽ ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇത് ജസ്റ്റ് എ വൺ ടൈം എക്സെപ്ഷൻ. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? 10th ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ ഇക്വാലൻറ്റ്. 10th ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ ഇക്വാലൻറ്റ്, അല്ലെങ്കിൽ 10th ക്ലാസ് പ്ലസ് NIC സർട്ടിഫിക്കറ്റ് ഗിവൺ ബൈ NCVT. ഇതാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ നോട്ടിഫിക്കേഷനെയും ക്വാളിഫിക്കേഷൻ എന്നാണ് റെയിൽവേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഇപ്പോൾ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിലടക്കം ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അങ്ങനെയും പറയുന്നുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് സെക്ടറിൽ വരുന്ന പോസ്റ്റുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിഗ്നൽ ആൻഡ് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിനകത്ത് വരുന്ന പോസ്റ്റുകളിലെല്ലാം തന്നെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? 10th പ്ലസ് ITI അല്ലെങ്കിൽ 10th പ്ലസ് NIC സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ബാക്കി വരുന്ന പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ബാക്കിയുള്ള പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് 10th ക്ലാസ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 2018 വന്ന നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 23 പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ 10th പ്ലസ് ITI അല്ലെങ്കിൽ 10th പ്ലസ് NIC ആണ്. 5 പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ മാത്രമാണ് 10th പാസ് വന്നത്. സോ ഇപ്പോൾ അങ്ങനെ വരാനാണ് റെയിൽവേ എന്ത് ചെയ്യുന്നത്, മുമ്പ് പറഞ്ഞേക്കുന്നത് 2018 ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിയവർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചെന്ന് വെക്കാം, ഇതൊരു പ്രോക്സിമിറ്റിയാണ്. നിങ്ങൾ അങ്ങനെ മാത്രമേ നിങ്ങൾ കാണാവൂ. അല്ലാതെ റെയിൽവേ പറയുന്നതിന് മുമ്പ് പറയാൻ എനിക്ക് വേറെ കഴിവൊന്നുമില്ല, ദിവ്യദൃഷ്ടിയൊന്നുമില്ല. പക്ഷേ മുമ്പ് വന്ന നോട്ടിഫിക്കേഷനൊക്കെ അനലൈസ് ചെയ്താൽ നമുക്കൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഒന്ന് 5 വർഷത്തിന് ശേഷം വന്നൊരു നോട്ടിഫിക്കേഷൻ, വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോഴത്തെ ലെവൽ 1 അല്ലേ. 2019 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്രയും കാലത്തിന് ശേഷം വരുന്നത് കൊണ്ട് തന്നെ വലിയൊരു വേക്കൻസിയിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷനിൽ ചിലപ്പോൾ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, ചിലപ്പോൾ, ഒരിക്കലും പ്രതീക്ഷ തരുന്നതല്ല, അങ്ങനെ നിങ്ങൾ കണക്കാക്കരുത്. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ്, ക്വാളിഫിക്കേഷനിൽ ഇപ്പോൾ ഒരു മാറ്റം വരും. അതായത് ഇപ്പോഴും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 10 പാസ്സാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അല്ലാതെ ഒരു മാറ്റം വന്നാൽ പോലും, ഇനി അങ്ങോട്ടൊരു മാറ്റം വന്നാൽ പോലും അതിനകത്ത് ഭൂരിഭാഗം പോസ്റ്റുകളിലും ക്വാളിഫിക്കേഷൻ 10th പ്ലസ് ITI അല്ലെങ്കിൽ 10th പ്ലസ് NIC സർട്ടിഫിക്കറ്റ് ആയിരിക്കും. പക്ഷേ ഒരു 20% പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ്, 10th പാസ് തന്നെയാണ് ക്വാളിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? അതായത് ഒരു ഭൂരിഭാഗം സാധ്യത ഞാൻ പറയുന്നുള്ളൂ. ക്വാളിഫിക്കേഷൻ ഇത്തവണത്തെ കൂടി റെയിൽവേ എന്ത് ചെയ്യും, ഒരു എക്സെപ്ഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അല്ല എങ്കിലും ഒരു 5 പോസ്റ്റുകളുടെ, നേരത്തെ 28 വന്നില്ലേ, അതിനകത്ത് ചിലപ്പോൾ ഇപ്പോൾ അത്രയും പോലും അതിനൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷേ എന്നാലും ഒരു 20% അല്ലെങ്കിൽ 25% പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, 10th പാസ്സായിരിക്കും. ക്ലിയറാണ്. മാത്രമല്ല ഇതിന് വേക്കൻസി എന്തുകൊണ്ട് കൂടുന്നു എന്ന് ചോദിച്ചാൽ റീസൺ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ഷണ്ടർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഷണ്ടർ ജോബ് പ്രൊഫൈൽ, ട്രാക്ക്മാൻ ജോബ് പ്രൊഫൈൽ. എൻ്റെ പൊന്നെ പേടിയാവും. ഷണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ റെയിൽവേ ബോഗികൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ആളാണ്. നമ്മളിങ്ങനെ നോക്കി നമ്മൾ തലയിറങ്ങി വീഴും, അമ്മാതിരി പണിയാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇവർ മറ്റൊരു എക്സാം എഴുതി ചിലപ്പോൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അതിലേക്കൊരു അഡ്വൈസ് വരുമ്പോൾ ഇവരൊക്കെ ഇത് ഉപേക്ഷിച്ച് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും അങ്ങോട്ട് തന്നെ പോയിരിക്കും. സോ വേക്കൻസി എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയൊക്കെ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് വീണ്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, താഴ്ന്നിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോഴും നമുക്കൊരു വലിയ വേക്കൻസിയിൽ തന്നെ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ 1,00,000+ വേക്കൻസിയൊക്കെയാണ് വന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഏതാണ്ട്, ഞാൻ പറയുന്നില്ല വേക്കൻസി പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം പ്രതീക്ഷിക്കാവുന്നൊരു വേക്കൻസിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പിന്നെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയൊക്കെ വരാനാണ് ചാൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു NTPC ഒക്കെ പഠിക്കുന്നതിൻ്റെ ഒരു പകുതി എഫേർട്ട് പോലും ഇതിനകത്തില്ല, ഗ്രൂപ്പ് ഡിക്കകത്തില്ല. ആ ലെവലിലൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ NTPC ആയിക്കോട്ടെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ ഒരേ സിലബസാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മാറത്തുള്ളൂ. അപ്പോൾ ഒറ്റ സിലബസ് മാത്രം പഠിച്ചാൽ മതി. NTPC എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡി എക്സാംസ് എഴുതാൻ പറ്റും. പ്ലസ് ഇംഗ്ലീഷും കൂടെ പഠിച്ചാൽ അടുത്ത് വരാൻ പോകുന്ന SSC എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. സോ പ്രിപ്പറേഷൻ നന്നായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, ഇനി കാത്തിരിക്കേണ്ട. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഒരു ചരിത്രം. ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഇത്രയും ഒരു ഡേറ്റ കളക്ട് ചെയ്ത്. പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം. പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ NTPCയുടെ ബാച്ച് നമ്മളിപ്പോൾ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ക്ലാസ്സുകളൊക്കെ പൊളിയായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ ബാക്കിയൊന്നും പറയാനില്ല. പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.